നമസ്കാരം, എൻ്റെ പേര് പ്രിയ. നിങ്ങൾ ചിലർക്കെങ്കിലും എൻ്റെ മുഖം എവിടെയോ കണ്ട പരിചയം പോലെ തോന്നുന്നുണ്ടാവും. അത് മറ്റൊന്നും കൊണ്ടായിരിക്കില്ല. കാരണം കുറേ വർഷങ്ങളായിട്ട് മീഡിയയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ എല്ലാ ദിവസവും പ്രോഗ്രാം ചെയ്യുന്ന വ്യക്തിയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല കേട്ടോ. കാരണം പ്രോഗ്രാം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ബ്രേക്ക് എടുത്തൊരു വ്യക്തിയാണ് ഞാൻ. ബേസിക്കലി ഞാനൊരു ഗായികയാണ്. സംഗീതമാണ് പഠിച്ചത്. ട്രിവാൻഡ്രം MS കോളേജിൽ സംഗീതം IT പഠിച്ചു. അന്ന് മുതൽ ധാരാളം ലെജൻസിനോടൊപ്പം പ്രവർത്തിക്കാനും സംഗീത പരിപാടികൾ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. അതിനുശേഷം ദുബായിലെ ഏഷ്യാനെറ്റ് റേഡിയോയിലെ RJ ആയിരുന്നു. ഒപ്പം അന്താരാഷ്ട്ര മലയാള ചാനലായിട്ടുള്ള മിഡിൽ ഈസ്റ്റ് ടെലിവിഷനിലെ പ്രമുഖ അവതാരകൻ കൂടിയായിരുന്നു ഞാൻ. അന്നൊന്നും ഇന്നത്തെ പോലെ യൂട്യൂബും സോഷ്യൽ മീഡിയകളൊന്നും ഇത്രയും പ്രചാരത്തിലുള്ള കാലമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വൈറലാകാനൊന്നും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും എന്നെ കണ്ടുകൊണ്ടെന്ന് വെച്ചാൽ അതും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ ലോകത്തിൻ്റെ എല്ലാ കോണിൽ നിന്നും എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന്, യൂറോപ്യൻ കൺട്രീസിൽ നിന്ന്, പിന്നെ എല്ലാ പ്രമുഖമായിട്ടുള്ള എല്ലാ GCC കൺട്രീസിൽ നിന്നും, ഒപ്പം നമ്മുടെ നാട്ടിലെ ഉൾഗ്രാമങ്ങളിൽ നിന്ന് വരെ എനിക്ക് ധാരാളം മെസ്സേജുകൾ വരികയും ഫോൺ കോൾസ്, ഫാക്സുകൾ അങ്ങനെ വരുമായിരുന്നല്ലോ അന്നൊക്കെ. അത് ധാരാളം ആ ഒരു സന്തോഷം, ആ ഒരു സ്നേഹമൊക്കെ ധാരാളം അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ജീവിതത്തിൽ. പക്ഷെ അന്നൊന്നും ഇതൊക്കെ ഒരു സീരിയസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇന്നും എൻ്റെ ജീവിതത്തിൽ ഇത് എവിടെയോ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു കാരണമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഇന്ന് എൻ്റെ ഒരു പുതിയ ചാനൽ തുടങ്ങിയത്. സ്നേഹപൂർവ്വം പ്രിയ. എൻ്റെ ജീവിതത്തിൽ എന്നും എനിക്ക് നിങ്ങളെല്ലാവരും തന്നിട്ടുള്ളൊരു സപ്പോർട്ട് പോലെ ഇന്നും ഞാൻ എൻ്റെ ഈ സ്നേഹപൂർവ്വം പ്രിയ എന്ന പുതിയ ചാനലിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. എല്ലാവരും അത് നിറഞ്ഞ് എനിക്ക് തരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പിന്നെ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് ഞാൻ എന്താണ് എത്തിക്കുക എന്ന് കൃത്യമായി ചോദിച്ചാൽ അങ്ങനെ എനിക്കിപ്പോൾ പറയാൻ കഴിയുന്നത് മറ്റൊന്നുകൊണ്ടല്ല, ധാരണയില്ലാത്തതുകൊണ്ടല്ല. എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വരുന്നത്, അത് ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു ചിന്ത. അത് എന്തായാലും നിങ്ങളെ ആരും ഞാൻ ബോറടിപ്പിക്കില്ല, അതൊരു ഉറപ്പ് തന്നെയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സ്നേഹപൂർവ്വം പ്രിയ എന്ന ഈ പുതിയ ചാനലിനോടൊപ്പം നിങ്ങളെല്ലാവരും ക്ഷണിക്കും.